നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ പ്രതിഷേധിച്ച സംസ്ഥാന വ്യാപകമായി എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊച്ചിയിലും മലപ്പുറത്തും കോഴിക്കോടും മാർച്ച് സംഘർഷഭരിതമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കൊച്ചിയിൽ എസ്എഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യം തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM.R. ഷോ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്ന വിവിധങ്ങളായ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന നിലയിലേക്കുള്ള തട്ടിപ്പിന്റെ കച്ചവടത്തിന്റെ കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 24 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ കഴിഞ്ഞ നീറ്റ് UG പരീക്ഷ എഴുതുന്ന നിലയുണ്ടായത്. 24 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ. ആ 24 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന നിലയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വില പറഞ്ഞുറപ്പിച്ച് ചോദ്യ പേപ്പറുകൾ ഇന്ത്യയിൽ കരിഞ്ചന്തയിൽ വിൽക്കുന്നതിന് വേണ്ടി ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത നിലയിലേക്കുള്ള സംഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന എസ്എഫ്ഐ മാർച്ച് എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് അനുസറി കോളത്ത് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ എസ്എഫ്ഐ മാർച്ച് SBIക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പോലീസ് ബാരിക്കേഡ് തകർത്ത് എസ്എഫ്ഐ പ്രവർത്തകർ അകത്ത് കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് വഴിമാറി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം GST ഓഫീസിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. 6 SFI പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. കണ്ണൂരിൽ SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.